AI കാലഘട്ടത്തിൽ നമ്മുടെ പഠന രീതികൾ എങ്ങനെ ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട്ബുക്ക് LM പോലത്തെ ടൂളുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാവണം. പക്ഷേ നോട്ട്ബുക്ക് LMലും ഒരുപാട് ലിമിറ്റ്സുകളുണ്ട്. നോട്ട്ബുക്ക് LMനേക്കാൾ മികച്ചതായിട്ടുള്ള നമ്മൾക്ക് അസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോട്ടുകൾ എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടൂൾ ഉണ്ടെങ്കിൽ അത് ഏതാണ്? അതിനേക്കാൾ പ്രധാനപ്പെട്ട ഈ ഒരു ടൂള് മലയാളിയാണ് കണ്ടെത്തിയിട്ട് എന്നുള്ളതാണ്. എൻ്റെ ഒരുപാട് കാലം ഞാൻ സ്ഥിരമായിട്ട് ലൈഫ് ലേണറാണ്. എനിക്ക് എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ നോട്ട്ബുക്ക് LM ഉപയോഗിച്ചപ്പോഴൊക്കെ ഒരുപാട് ലിമിറ്റ്സുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം പോലെ പുതിയൊരു ടൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് നോട്ട്ബുക്ക് LMനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ട്ബുക്ക് LM ഈസ് എ ഗുഡ് ടൂൾ ടു ലേൺ തിങ്സ്. അതായത് നമ്മൾക്ക് ഇതിൽ പ്രസന്റേഷൻസ് ഉണ്ട്, വീഡിയോ ക്രിയേഷൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നല്ല രീതിയിൽ ഇപ്പോൾ റിസർച്ചൊക്കെ നടത്തിയിട്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പഠിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് നടത്തുന്നവർക്ക് നോട്ട്ബുക്ക് LM മതിയാവില്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ലോയറെ സംബന്ധിച്ചിടത്തോളം നോട്ട്ബുക്ക് LM ചില സമയത്ത് മതിയാവില്ല. കാരണം ലോയർക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കൃത്യമായിട്ട് ആ ഒരു PDF ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പം അങ്ങനെ ഒരുപാട് ലിമിറ്റ്സുകൾ നോട്ട്ബുക്ക് LMൽ ഉണ്ടായിരുന്നു. അപ്പം ആ ലിമിറ്റുകളൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നെയിം ഇസ് ജിസ്റ്റർ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ജിസ്റ്ററിൻ്റെയും നോട്ട്ബുക്ക് LMൻ്റെയും ചെറിയ രീതിയിലുള്ള കമ്പാരിസണും ഏതൊക്കെ പോയിന്റിലാണ് ജിസ്റ്റർ മുന്നിൽ നിൽക്കുന്നത്, ഏതൊക്കെ പോയിന്റിലാണ് നോട്ട്ബുക്ക് LM മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പരിശോധിക്കാം. അപ്പം ഞാനിവിടെ ജിസ്റ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ജിസ്റ്റർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ലോഗിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ്. ഇനി നോട്ട്ബുക്കിലേക്ക് വന്നാലും നോട്ട്ബുക്ക് മറ്റൊരു രീതിയിലുള്ള ഇന്റർഫേസ് ആണ് നമുക്ക് നോട്ട്ബുക്കിൽ കാണാൻ സാധിക്കുക. ഓക്കെ, ജിസ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്കൊരു മീറ്റിംഗ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഫൗണ്ടറുടെ കൂടെ ഒരു മീറ്റിംഗ് റീസെന്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അതായത് ഇതൊരു മലയാളിയാണ് കണ്ടെത്തി എന്നുള്ളത് നമുക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആണ്. അപ്പം ഞാൻ ഇതിന്റെ ഓരോ പ്രത്യേകതകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ഇത് എക്സസൈസ് ന്യൂറോ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് പലപ്പോഴും അവരുടെ ടെക്നിക്കൽ ടേംസ് നമുക്കറിയില്ല, ജാർഗൻസ് നമുക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള സമയങ്ങൾക്ക് നമ്മൾക്ക് ജിസ്റ്റർ പോലത്തെ ടൂളുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാം. നോട്ട്ബുക്കും ഉപയോഗിക്കാം, ജിസ്റ്റർ ഉപയോഗിക്കാം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തു, എന്നിട്ട് ഇവിടേക്ക് വന്നു. എന്നിട്ട് ഇവിടെ തന്നെ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ പോയിട്ട് നമുക്ക് ലിങ്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബ് എന്നുള്ള ഇവിടെ ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഹോം പേജിലേക്ക് പോയി. ഓക്കെ, ഇവിടെ യൂട്യൂബ് കൊടുത്തു. ഓക്കെ, ലിങ്ക് പേസ്റ്റ് ചെയ്തു. ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ സോഴ്സ് നമുക്ക് കാണിച്ചു തരും. ആഡ് സോഴ്സ് കൊടുക്കാം. ഓക്കെ, ആഡ് സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുതിയൊരു ഇൻ്റർഫേസ് നമ്മളുടെ ജിസ്റ്ററിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ടുണ്ടാകും. ഇനി ഇത് സെയിം കേസ് നോട്ട്ബുക്ക് LMലേക്ക് വന്നാൽ ക്രിയേറ്റ് ന്യൂ നോട്ട്ബുക്ക് കൊടുത്തു. ഓക്കെ, ക്രിയേറ്റ് ന്യൂ നോട്ട്ബുക്ക് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ യൂട്യൂബ് ലിങ്ക് കൊടുത്ത് അതും പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ യൂട്യൂബിലും നോട്ട്ബുക്ക് LMലും ഈ സെയിം പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഓരോന്നിനും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഏത് രീതിയിലാണ് ഹെൽപ്ഫുൾ ആവുന്നത് ആ രീതിയിൽ നിങ്ങൾ ഇതിനെ ഉപയോഗപ്പെടുത്തണം. വി ഗോ ദ തിങ്സ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നോട്ട്ബുക്ക് LMൽ നമ്മുടെ സോഴ്സ് ഇവിടെ തന്നു. ആ സോഴ്സ് എന്നുള്ള ഇൻഫർമേഷൻസ് നമ്മൾക്ക് ഇവിടെ തന്നു. ഇവിടെയും സ്റ്റിൽ നമ്മൾക്ക് ചില സമയത്തൊക്കെ ഡൗട്ട് ഉണ്ട്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ തന്നെ ആ വീഡിയോയിലുണ്ടോ എന്നൊന്നും നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കില്ല. എന്നാൽ അതേ കാര്യം ജിസ്റ്ററിൽ വന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിസ്റ്ററിൽ ഇവിടെ നമ്മൾക്ക് ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേ ആവുന്നുണ്ട്. അതായത് നമ്മുടെ ജിസ്റ്ററിൻ്റെ സ്ക്രീനിൽ തന്നെ ഈ ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് താഴെ നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. അതായത് ഇനി നമ്മൾ ജിസ്റ്ററിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ ഏത് കാര്യവും ചോദിക്കുകയാണെങ്കിലും അത് ഈ വീഡിയോൻ്റെ സോഴ്സ് വെച്ചിട്ടാണ് കാണിച്ചു തരിക. അപ്പം നമ്മൾക്ക് ആ സോഴ്സ് പോയിട്ട് അത് ഉറപ്പ് വരുത്താൻ പറ്റും. സ്റ്റിൽ ദാറ്റ് കണ്ടന്റ് ഈസ് ദെയർ എന്നുള്ള വലിയതാണ്. അപ്പം ഇത് എന്താ വെച്ചാൽ റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാണണം, അവർക്ക് ഉറപ്പ് വരണം ഇത് അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പം ആ നിലക്ക് ജിസ്റ്റർ ഈസ് വെരി ഹെൽപ്ഫുൾ ആണ്. അപ്പം ഇനി ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓരോന്നും കമ്പാരിസൺ ചെയ്യുന്നതിന് മുമ്പ് ജിസ്റ്ററിൻ്റെ ഇൻ്റർഫേസ് ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം.
ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നമ്മൾക്ക് ഇതിനെ കുറിച്ചിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇൻ കേസ് ഇപ്പോൾ US ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റ് US ഇംഗ്ലീഷിലോ ഫോറിൻ ഇംഗ്ലീഷിലോ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ എക്സാക്ട് ചില സമയത്ത് മനസ്സിലാകാത്ത ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ വീഡിയോ പ്ലേ ആകുമ്പോൾ അവിടെ താഴെ നമ്മൾക്ക് ഹൈലൈറ്റ് ചെയ്ത് പോകണ്ടാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു ക്യാൻ റീഡ് ദ തിങ്സ് ഓൾസോ ഹിയർ. അതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇവിടെ നമുക്ക് ഓട്ടോ ഹൈലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഓട്ടോ ഹൈലൈറ്റ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. See, this is going to show the highlight point in the video. അതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. സി നമുക്ക് ഹൈലൈറ്റ് പോയിന്റുകൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഓരോ ഹൈലൈറ്റ് പോയിന്റിലേക്കും നമുക്ക് പോകാം. അതാണ് വീഡിയോൻ്റെ അവിടുത്തെ പ്രത്യേകത. ഇനി ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സോഴ്സ് കൊടുത്തു. അപ്പം നമ്മളിവിടെ സോഴ്സ് കൊടുത്തതിൻ്റെ ഒതോറിറ്റി പറയുന്നുണ്ട്. അതായത് പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം, ലോയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ സ്കോളേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഓരോ സോഴ്സിൻ്റെയും ഒതൻറ്റിസിറ്റി, ഒതോറിറ്റി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ലെവൽ ഓഫ് അതോറിറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ്പേർട്ട് ലെവലിലുള്ള ഒരു കണ്ടന്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അൺവെരിഫൈഡ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ട്, അപ്പം നമ്മൾക്ക് നമ്മുടെ സോഴ്സുകളെ കുറിച്ചിട്ടുള്ള ഒരു വാർണിംഗ് ആദ്യം തന്നെ നൽകുന്നു എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. പിന്നെ ഇതിൽ എന്താണ് ഈ ഒരു ടോപ്പിക്സിൽ ബ്രെയിനിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് ടോപ്പിക്സിൽ പറയുന്നത് എന്നുള്ള കീവേഡുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ക്ലെയിംസുകൾ, പ്രധാനപ്പെട്ട പോയിന്റുകളുടെയും ചെറിയൊരു സമ്മറി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ കീ എൻറ്റിറ്റീസും ഇതിൽ ആരൊക്കെയാണ് ഉള്ളത്, ഓർഗനൈസേഷൻ ഏതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പുസ്തകത്തെക്കുറിച്ച് ഏതൊക്കെയാണ് പറയുന്നത്, ആരൊക്കെയാണ് ഇതിൽ സംസാരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അതായത് ജിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് തന്നെ നമ്മൾക്ക് വേണ്ട ഏകദേശ കാര്യങ്ങളൊക്കെ ഒറ്റ തവണയായിട്ട് തന്നെ നൽകുന്നുണ്ട്. ഇനി ഇത് നോട്ട്ബുക്ക് LMനെ സംബന്ധിച്ചിടത്തോളം, നോട്ട്ബുക്ക് LM ഇവിടെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ ആണ് തന്നിട്ടുള്ളത്. അതായത് ആ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് നോട്ട്ബുക്ക് LMൽ കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകൾ ഓരോന്നായിട്ട് കാണാൻ സാധിക്കും. ഇനി ഇവിടെ നമുക്ക് ഓരോ ടൂളുകളിലേക്ക് പോവാം. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ സമ്മറി വേണം എന്നുണ്ടെങ്കിൽ ഗെറ്റ് ദ സമ്മറി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഇതും നോട്ട്ബുക്ക് LM പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക ഭാഷകളിലും പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് ഇവിടെ ഭാഷ ഏതും മാറ്റാൻ സാധിക്കും. അപ്പം ഞാനിവിടെ മലയാളത്തിലാണ് എനിക്കിതിനെ കുറിച്ചിട്ട് അറിയേണ്ടത്. ഓക്കെ, മലയാളത്തെ കുറിച്ചിട്ടാണ് അറിയേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ ഉപയോഗിക്കുന്ന ചാറ്റ് ബോട്ട്, അതായത് ഏത് ഇൻ്റലിജൻസിനെയും നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ChatGPTൻ്റെ ഇൻ്റലിജൻസ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, ഗ്രോക്കിൻ്റെ ഇൻ്റലിജൻസ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, ക്ലൗഡിൻ്റെ ഓപ്പുസ്, സോണറ്റ്, GPT-5, Gemini 3.1 Pro ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഇതിൽ ChatGPT ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഏത് ഏജന്റ്, ഏത് ചാറ്റ് ബോട്ടിൻ്റെ പ്രവർത്തനമാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പം ഞാനിവിടെ ക്ലൗഡിൻ്റെ ഓപ്പുസ് തിരഞ്ഞെടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾക്ക് എന്താ വെച്ചാൽ ചില ആളുകൾക്ക് ChatGPTൻ്റെ റിസൾട്ട് തരുമ്പോഴാണ് ഒന്നുകൂടി സാറ്റിസ്ഫൈഡ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചാറ്റ് ബോട്ടുകൾ അടക്കം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നോട്ട്ബുക്കിൻ്റെ ആണെങ്കിലും ജിസ്റ്ററിൻ്റെ ആണെങ്കിലും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എന്ത് സോഴ്സാണോ കൊടുക്കുന്നത് ആ സോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ തരും. അപ്പോൾ നമ്മളിവിടെ ഗെറ്റ് ദ സമ്മറി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നു, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നു. ഇനി ഇതേ സെയിം കാര്യം തന്നെ ഇപ്പം നമ്മൾ ഗെറ്റ് ദ സമ്മറി എന്നുള്ളത്, ഓക്കെ, ഗെറ്റ് ദ സമ്മറി എന്നുള്ള കിട്ടിയിട്ടുണ്ട്. ഗെറ്റ് ദ സമ്മറി, ഓക്കെ, സമ്മറി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നോട്ട്ബുക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഗീവ് മീ ദ സമ്മറി, ഓക്കെ, നോട്ട്ബുക്കിലും തരും. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പം നമ്മൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോന്ന് തന്നു, എന്താണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നു. ഇനിയിപ്പോൾ ഹിപ്പോ ക്യാമ്പസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹിപ്പോ ക്യാമ്പസിനെ കുറിച്ച് പറയുന്നത് ആ വീഡിയോയുടെ ഏത് സെക്കൻഡിലാണ്, ഏത് മിനിറ്റിലാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അവിടേക്ക് പോയിട്ട് പ്ലേ ആവും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും 2:20 ടൈം സ്റ്റാമ്പ് ഉള്ളത്. ഇനി ഞാനിവിടെ ഇതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ 4.10
15ലേക്ക് എത്തി. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ വായിച്ച് മനസ്സിലാക്കി. അപ്പോൾ ആ വായിച്ച് മനസ്സിലാക്കിയത് എങ്ങനെയാണ് ആ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാൻ സാധിക്കും. ഇനി ഇതേപോലെ തന്നെയാണ് PDF വരുമ്പോഴും. അപ്പോൾ നിങ്ങളൊരു PDF ഇത്ര പേജിൻ്റെ ആണ് നിങ്ങൾക്ക് സോഴ്സ് തന്നിട്ടുള്ളത്, 3ാമത്തെ പേജ് അല്ലെങ്കിൽ 15ാമത്തെ പേജ്. അപ്പം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നേരെ പേജിലേക്ക് പോകും എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റാണ്. വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, PDF അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമ്മൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഗിവ് ദ സമ്മറി എന്ന് ചോദിച്ചപ്പോൾ സമ്മറി നമ്മൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സോഴ്സ് നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ആ ഒരു ക്വിക്ക് ആയിട്ടുള്ള മൊമെന്റിൽ അത് ചെക്ക് ചെയ്യാൻ നോട്ട്ബുക്ക് LMൽ നമുക്ക് ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു ഹൈലൈറ്റ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ലോയേഴ്സിന്, റിസർച്ചേഴ്സിന്, സ്കോളേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. ഇനി ഇതിലെ മറ്റു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് ഏതൊരു കാര്യം പഠിക്കുന്ന സമയത്തും നോട്ടുകൾ എടുക്കേണ്ട ആവശ്യമുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കണമെങ്കിൽ ഇറ്റാലിക്സ് ആക്കാം. ഇനി അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ആസ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെ മെൻഷൻ ചെയ്തിട്ടാണ് ഇനി ഈ ഒരു ചാറ്റ് ബോട്ട് പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യം, ഇപ്പോൾ ഇതിൽ പറയുന്ന ഓരോ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫെർദർ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾക്കിത് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. വ്യത്യസ്ത കളറുകൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇപ്പം നിങ്ങളൊരു ടീച്ചറാണ് അല്ലെങ്കിൽ നിങ്ങളൊരു റിസർച്ച് സ്കോളറാണ്. അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു നോട്ട്, ഒരു എൻറ്റയർ നോട്ട് നിങ്ങൾക്ക് ടെക്നോളജിൻ്റെ സഹായത്തോടു കൂടി നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ നിർമ്മിച്ച ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എൻറ്റയർ ഡോക്യുമെൻറ്റുകൾ ഷെയർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഓരോ സെക്ഷൻ്റെ നോട്ടുകളും നിങ്ങൾക്ക് ഷെയർ ബട്ടൺ ഉണ്ട്. ഷെയർ എന്നുള്ള ബട്ടൺ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റുകളും കൊടുക്കാം. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, ഇത് മാത്രമല്ല, ഇതൊക്കെയാണ് ഈ ജസ്റ്റർ മറ്റുള്ള ടൂളുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ മുകളിൽ വോയിസ് നോട്ട് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾക്ക് ഏതെങ്കിലും ഒരു സാധനം വായിച്ച ശേഷം നമ്മൾക്ക് തോന്നുന്നു, ഇപ്പം നിങ്ങളിത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ നിൽക്കുകയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ നിങ്ങളുടേതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള കുറച്ച് ഇൻപുട്ടുകൾ നിങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ഇവിടെ വോയിസ് നോട്ടിൽ പോവാം, വോയിസ് നോട്ട് ക്ലിക്ക് ചെയ്യുക. വോയിസ് നോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, സ്റ്റാർട്ട് റെക്കോർഡിങ് കൊടുക്കാം. ഇവിടെ ബ്രെയിനിനെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഹിപ്പോ ക്യാമ്പസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഹിപ്പോ ക്യാമ്പസ് നമ്മൾ ആക്റ്റീവായിട്ട് ആവണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ട വോയിസുകളും ഇവിടെ കൊടുക്കാം എന്നുള്ളതാണ്. വോയിസ് മാത്രമല്ല, അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള നോട്ടുകൾ കൊടുക്കണം ടൈപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ആഡ് നോട്ട് എന്നുള്ളൊരു ഫംഗ്ഷൻ കൊടുക്കാം. ഹിയർ യു ക്യാൻ ലേൺ അബൌട്ട് ദ ബ്രെയിൻ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാം. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ചോദിച്ചാൽ, ഞാൻ ഏതൊരു കാര്യം ഇപ്പം നമ്മൾ വായിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് ബുക്കിലൊക്കെ എഴുതി വെക്കാൻ തോന്നും. നമ്മളൊരു പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ തന്നെ ഓരോ പോയിന്റുകൾ എഴുതി വെക്കും. അപ്പം അതേ കാര്യമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ജസ്റ്ററിൽ നമ്മൾക്ക് ആ ഒരു ഫംഗ്ഷൻ വന്നിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ശരിക്കും നമ്മൾക്ക് വേണ്ട എല്ലാ യൂസ് കേസുകളും ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി ഇതിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇപ്പം നമ്മൾക്ക് ചില സമയത്തൊക്കെ നമ്മൾക്ക് അതായത് ഇപ്പോൾ ഈ ഒരു പോയിന്റിനെ മുകളിലേക്ക് കൊണ്ടുവരണം, ഈ ഒരു പോയിന്റിനെ നിങ്ങൾക്ക് താഴേക്ക് കൊണ്ടുവരണം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരാം. അപ്പം നമ്മൾ ഒരു നോട്ട് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റാനുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഇത് നല്ല രീതിയിൽ കുറേ ആളുകൾക്ക് ഉപയോഗപ്പെടും എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു പ്രത്യേകത. ഇനി നിങ്ങൾക്ക് സ്മാർട്ട് ഗൈഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. സ്മാർട്ട് ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് സമ്മറി കിട്ടണം, സമ്മറി തരും. പിന്നെ അതേപോലെ തന്നെ അഡ്വൈസ് ക്യാൻ ഐ ടേക്ക് അവേ ഫ്രം ദ സോഴ്സ്, അതായത് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ കിട്ടണമെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. സൂപ്പർ സിമ്പിൾ എക്സ്പ്ലനേഷൻ, അതായത് ഡിഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, ഡിഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് ഗൈഡുകൾ നമ്മൾക്ക് ഇവിടെ തരുന്നുണ്ടല്ല. അത് നോട്ട്ബുക്ക് LMലും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിന് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവ് എന്നുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള സ്മാർട്ട് ഗൈഡുകൾ ഇവിടെ തരുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക് ദ സോഴ്സ് ഇൻ ടു ചാപ്റ്റർ വൈസ് സെക്ഷൻ വിത്ത് എ ക്ലിയർ സബ് ടോപ്പിക്സ്. ഓക്കെ, ക്രിയേറ്റ് പ്രാക്ടീസ് ക്യൂസ് ഫ്രം ദ സോഴ്സ് മെറ്റീരിയൽ. അപ്പോൾ
ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു പുസ്തകം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PDF വെച്ചിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്മാർട്ട് ഗൈഡുകൾ ഇവിടെ നൽകുന്നുണ്ട്. ഇനി കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഉതകുന്ന രീതിയിൽ, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, റിസർച്ചേഴ്സിന് പറ്റുന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെ ഓരോ സെക്ഷനിലുള്ള ആളുകൾക്കും ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത. ഇനി ഇൻ കേസ് ഇപ്പം നിങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഒരു സോഴ്സ് വെച്ചിട്ടാണ് റിസർച്ച് നടത്തിയത്, ആ സമയത്താണ് നിങ്ങൾക്ക് പുതിയൊരു സോഴ്സ് കൂടി ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് സോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൽ ഫർദർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഇനി ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യണം. ഇപ്പം എൻ്റെ സംബന്ധിച്ച് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്യും. അപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഓക്കെ ഇവിടെ 4:20 അപ്പോൾ ഞാൻ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇവിടുത്തെ ചാറ്റ് ബോട്ടിന് മനസ്സിലായി നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് എന്തും, അതായത് ആ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യം മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ചോദിക്കാം. അതിൽ വേണ്ട നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം എന്നുള്ളതാണ്. ഇനി സ്മാർട്ട് ഗൈഡ് എന്നുള്ള ഫംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ സ്മാർട്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഇപ്പം ഈ ഒരു സെക്ഷൻ വെച്ചിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഒരു വ്യക്തിക്ക് ദിവസം ചെയ്യാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതായത് ആ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡിഫോൾട്ട് ആയിട്ടുള്ള AI ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾക്ക് ആ ഒരു സബ്ജക്റ്റ് അതിൻ്റെ ഡീപ്പ് ലെവലിലുള്ള പഠനത്തിന് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതേപോലെ ക്രിയേറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നോട്ട്ബുക്ക് LMൽ ഏറ്റവും അഡ്വാൻസ്, എനിക്ക് ജസ്റ്റ് ഒരു നോട്ട്ബുക്ക് LM കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരു പോയിന്റിലാണ് നോട്ട്ബുക്ക് LM മികച്ചു നിൽക്കുന്നത്, അത് പ്രസൻറ്റേഷൻസ് മേക്ക് ചെയ്യുന്നതിലാണ്. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള പ്രസൻറ്റേഷൻസ് നോട്ട്ബുക്ക് LM നമുക്ക് നിർമ്മിച്ചു തരും. പക്ഷെ നോട്ട്ബുക്ക് LMൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നോട്ട്ബുക്ക് LM ശരിക്കും പറഞ്ഞാൽ ഒരു പുകമറയാണ്. അതായത് ഇതിൽ നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ ആഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസ് നിലവിലില്ല. എന്നാൽ വെൻ ഇറ്റ്സ് കം ടു ജസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള പ്രസൻറ്റേഷൻസ്, എഡിറ്റബിൾ പ്രസൻറ്റേഷൻസ് ആണ് കിട്ടുക. അപ്പം നിങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ വേണം, അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും അത് നിങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പ്രസൻറ്റേഷൻസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് ആണ് ഇവിടെ നമ്മൾക്ക് മേക്ക് ചെയ്ത് തരുന്നത്. അപ്പം നിങ്ങൾക്ക് പ്രസൻറ്റേഷൻസ് മേക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ക്രിയേറ്റിൽ വന്ന ഡോക്യുമെൻറ്റ്, അതായത് ആ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് ഫയൽ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ നിർമ്മിച്ചു തരും. ഇനി നിങ്ങൾക്ക് ഇമേജുകൾ വേണം, അതായത് ആ സബ്ജക്റ്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ കരോസലായിട്ടുള്ള ഒരുപാട് ഇമേജുകൾ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ക്രിയേറ്റീവ് ഫംഗ്ഷനിൽ നമ്മൾക്ക് ഇവിടെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ജസ്റ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പം നമ്മൾ യൂട്യൂബ് വീഡിയോ വെച്ചിട്ടാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. ഓക്കെ, ഇത് ഓരോന്നും മേക്ക് ചെയ്യുന്നുണ്ട്. അത് റെഡി ആകുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി കാണിച്ചു തരാം. ഇപ്പം ഞാൻ ജസ്റ്റർ വെച്ചിട്ട് PDF ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ യുവാൻ നോഹ ഹറാറിൻ്റെ ഏതെങ്കിലും PDFകൾ ഉണ്ടാവും നോക്കാം. ഓക്കെ, യുവാൻ നോഹ ഹറാറി. ഓക്കെ, യുവാൻ നോഹ ഹറാറി. I know the spellings are wrong. ഓക്കെ, സാപ്പിയൻസ് എന്നുള്ള ഈ ഒരു പുസ്തകത്തിൻ്റെ PDF നമുക്ക് ഇൻ്റർനെറ്റിൽ തന്നെ ലഭ്യമാണ്. അപ്പം നമ്മൾ ഈ ഒരു പുസ്തകത്തെ കുറിച്ചിട്ടാണ് ഏകദേശം 439 പേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു പുസ്തകത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഞാനിത് ഡൗൺലോഡ് ചെയ്തു, സേവ് ചെയ്തു, എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഒരു ഫയലിനെ നേരിട്ട് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്താൽ റെഡി ആവുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും റീട്രൈ ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ പോഡ്കാസ്റ്റ് ഫയൽസ് ആൻഡ് ബുക്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു. അപ്ലോഡ് ഫയലിൽ പോയിട്ട് യുവാൻ നോഹ ഹറാറിൻ്റെ ആ പുസ്തകം നമ്മൾ അപ്ലോഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം 6.7 MB ഫയലാണ് നമ്മൾ സോഴ്സ് കൊടുത്തു. ഓക്കെ, സോഴ്സ് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ കാണാൻ ഗെറ്റ് ദ സമ്മറി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് സ്മാർട്ട് ഗൈഡ് കാണാൻ സാധിക്കും. സീമോറിൽ കൊടുത്തു കഴിഞ്ഞാൽ
ഇതിൻ്റെ ഒതൻറ്റിസിറ്റി എത്രത്തോളം ഉണ്ട്, എക്സ്പേർട്ട് ലെവലിലാണ്, ഡിഫിക്കൽട്ടി എത്രത്തോളമാണ്, ഈസി ആണോ ഹാർഡാണോ, ഇത് അഡീഷണൽ ആയിട്ട് ഈ ഒരു ഫീച്ചർ കൂടി നമുക്കിവിടെ PDF വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചോദിക്കുകയാണ് ഡീപ്പ് ക്വസ്റ്റ്യൻ ദാറ്റ് മേക്ക് മീ തിങ്ക്, അല്ലെങ്കിൽ ഗെറ്റ് ദ സമ്മറി നമ്മൾ കൊടുത്തു. അപ്പോൾ ഇനി ഈ ഒരു പുസ്തകം റിലേറ്റഡ് ആയിട്ടുള്ള സമ്മറി നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ യൂട്യൂബിൽ സമയം പറഞ്ഞല്ലോ, അതായത് ആ ഒരു കാര്യത്തെക്കുറിച്ച് എത്രാമത്തെ മിനിറ്റിലാണ് പറയുന്നത് അവിടേക്ക് പോകുമെന്ന് പറഞ്ഞല്ലോ. വെൻ ഇറ്റ്സ് കം ടു PDF വരുമ്പോൾ ഇപ്പോൾ ഇവിടെ 31ാമത്തെ പേജിലത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 31ാമത്തെ പേജിലേക്ക് പോകും. അപ്പോൾ ഒരു ലോയറെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ലോ പോയിന്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ PDF ഇവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ സോഴ്സ് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഈ ഒരു ഫംഗ്ഷൻ വെൻ ഇറ്റ്സ് കം ടു നോട്ട്ബുക്ക് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ കാണാൻ സാധിക്കില്ല. അവിടെ സോഴ്സ് പേജ് ഉണ്ടാകും, അതായത് 31ാമത്തെ പേജിലായെന്നുണ്ടാകും, പക്ഷെ നമുക്ക് ആ പേജ് അപ്പോൾ തന്നെ കാണിച്ചില്ല. അതാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതേപോലെ ഇനി നമുക്കിത് കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യുക, ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക, ഇമേജുകളായിട്ട് ഡൗൺലോഡ് ചെയ്യുക, അങ്ങനെ ഓരോ ഫംഗ്ഷൻസും ഉണ്ട്. ഇനി ഇതേപോലെ തന്നെ ജസ്റ്ററിൻ്റെ എക്സ്റ്റൻഷൻ കൂടി നമ്മൾക്ക് ലഭ്യമാണ്. അതായത് നമ്മൾക്ക് ക്രോമിൽ എക്സ്റ്റൻഷനിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, മാനേജ് എക്സ്റ്റൻഷനിൽ പോയിട്ട് ഡിസ്കവർ മോർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ എക്സ്റ്റൻഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റർ എന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ എക്സ്റ്റൻഷനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റുകൾ വായിക്കുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ജസ്റ്ററിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ ഇയോൺ എസ്സേ എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡ് റീനൗണ്ട് ആയിട്ടുള്ള എസ്സേകൾ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സ്കിൽ നൊസ്റ്റാൾജിയ അതല്ല, വേറൊരു എസ്സേ ഉണ്ടായിരുന്നു, നോ വൺ ഈസ് എ സെൽഫ് മെയ്ഡ് എന്നുള്ളതാണ്. അതായത് ഇയോൺ എസ്സേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ ഒരു റീഡർക്കൊന്നും ചിലപ്പോൾ പെട്ടെന്ന് ഇത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം എന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പം ഞാൻ ഈ എക്സ്റ്റൻഷനിൽ ഉപയോഗപ്പെടുത്തിയിട്ട് ജസ്റ്റർ ഞാനിവിടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് ജസ്റ്റർ അവൈലബിൾ ആയി. അപ്പോൾ ഇത് ഈ ഒരു സോഴ്സും ഡിറ്റക്ട് ചെയ്തു ഓട്ടോമാറ്റിക്കായിട്ട്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനോട് പറയാം ഗീവ് മീ, നമുക്ക് മലയാളം ഭാഷയും മലയാളത്തിലാക്കാം ഭാഷ. ഓക്കെ, ഈ സ്മാർട്ട് ഗൈഡ് എടുത്തു, ഗെറ്റ് ദ സമ്മറി കൊടുത്തു. അപ്പോൾ ഈ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള എസ്സേ നമുക്ക് വളരെ ലളിതമായിട്ട് വായിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു എക്സ്റ്റൻഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് വായിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഇടയിൽ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, AI റിലേറ്റഡ് ആയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ സംവദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമുക്ക് യൂട്യൂബിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ വീഡിയോസ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് എടുക്കണം. ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ആ ഒരു മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു എസ്സേ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഈ ഒരു പ്രശ്നം ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ ടേക്ക് ചെയ്തു. ഓക്കെ, നോട്ട്സ്, ദിസ് വൺ നൈസ്. അതായത് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു കാര്യം കോപ്പി ചെയ്തു, ഇനി അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചോദിക്കാം. ഇനി നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് നമ്മുടെ ജസ്റ്ററിൻ്റെ ഹോം പേജിൽ പോയാൽ കാണാൻ സാധിക്കും. ഇനി ഇപ്പം നമ്മൾ എക്സ്റ്റൻഷൻ പറഞ്ഞോ, അതേപോലെ തന്നെ ഇതിൻ്റെ ഹോം പേജ് വെച്ചിട്ട് കഴിഞ്ഞു. ഇതേപോലെ തന്നെ യൂട്യൂബിലും നമുക്ക് അഡീഷണൽ ഫംഗ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ യൂട്യൂബ് ഇവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ CMൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം റീസെൻ്റ് ആയിട്ട് വായനയെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പം ഞാനിവിടെ ജിസ്റ്റർ, അപ്പോൾ ജിസ്റ്ററിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നത്. സേവ് ടു ജിസ്റ്റർ എന്നുള്ള ഒരു ഫംഗ്ഷൻ കൊടുത്തു. അപ്പോൾ ഇനി എനിക്ക് ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഗീവ് മീ ഓൾ ദ ബുക്സ് മെൻഷൻഡ് ഹിയർ ഇൻ ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ച് നമ്മുടെ CM പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ പുസ്തകങ്ങൾ എന്നുള്ളത് സിമ്പിളായിട്ട് ഇതിൻ്റെ എക്സ്റ്റൻഷനോട് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള വീഡിയോസ് കാണുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ജസ്റ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് ഫാസ്റ്റായിട്ട് എഫിഷ്യൻ്റായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്തൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ടൈപ്പ് ചെയ്യണമെങ്കിൽ, പോയിൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ, അത് ജസ്റ്ററിൽ നിങ്ങൾക്ക് കാണിച്ചു തന്ന എല്ലാ ഫങ്ഷൻസും ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോന്ന് നോട്ട് ചെയ്യുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജസ്റ്ററിലെ ഹോം പേജിൽ വന്നാൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഹോം പേജിലേക്ക് വരികയാണ്. ഇപ്പോൾ ഹോം പേജിൽ വന്നാൽ ത്രെഡ്സിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ വായനയെ, അപ്പോൾ ആ ഒരു ത്രെഡ്സ് നമുക്കുണ്ട്. അതായത് നമ്മൾ ഓരോ സമയത്ത്
പഠിച്ചതും റിസർച്ച് നടത്തിയതൊക്കെ ഇവിടെ സോഴ്സ് പേജിൽ വന്നാൽ അല്ലെങ്കിൽ ഹോം പേജിൽ വന്നാൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ സോഴ്സുകളായിട്ടും കളക്ഷൻസ് ആയിട്ടൊക്കെ നമുക്ക് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. അപ്പം ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഒരു സതീശൻ്റെ വീഡിയോ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്മാർട്ട് ഗൈഡിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിനെ ആക്റ്റീവ് ആക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് ആശയവിനിമയം നടത്തുന്നതിനെ കുറിച്ച് വായനക്കുണ്ടായിരുന്ന വലിയ ആശങ്ക എന്താണ്? ചരിത്രം വായിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ചിന്താഗതിയിലും കാഴ്ചപ്പാടിലും എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ട്രിഗറിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമ്മൾക്ക് ഒന്നുകൂടി ക്യൂരിയോസിറ്റി കൂടും ഇത് പഠിക്കുന്നതിന്. അപ്പോൾ നമ്മൾ ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നുള്ള ഔട്ട്പുട്ടുകൾ നമ്മൾക്ക് തരും. ഓരോ രീതിയിലും നമുക്ക് തരും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹം എവിടെയാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് എന്നതിൻ്റെ ടൈമും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് ഇത് കൃത്യമായിട്ട് പോകും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ 9ാമത്തെ മിനിറ്റിലാണ് ഇദ്ദേഹം പഠിക്കാനുള്ള അവസരത്തെക്കുറിച്ച് പറയുന്നത്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. 9ാമത്തെ മിനിറ്റിലേക്ക് പോയോ? ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒരു ജാപ്പനീസ് നോബൽ ലോറേറ്റ് ആയിരുന്ന ആള്, എനിക്ക് ആ ജാപ്പനീസ് പേര് എപ്പോഴും വരില്ല, ഇഷിഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറ്റി നോക്കിക്കോ. റിമൈൻഡ്സ് ഓഫ് ദ ഡേ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. പിന്നെ നമ്മൾ വായനയിൽ വേറൊരു കാര്യം ചെയ്യാം. വായനയ്ക്ക് കൂട്ടുകാർ വേണം, ഗ്യാങ് വേണം. എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാഷ് വായിക്കേണ്ടി വരില്ല. ഓക്കെ, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ബട്ട് വെൻ ഇറ്റ്സ് കം ടു ജിസ്റ്ററിൽ നമ്മൾ ചെയ്തപ്പോൾ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് PDF വെച്ചിട്ട് വേർഡ് ഫയലുകൾ, പ്ലെയിൻ ടെക്സ്റ്റ്, യൂട്യൂബ് ലിങ്ക്സ്, വെബ്സൈറ്റ് ലിങ്ക്, ഇതൊക്കെ നിങ്ങൾക്ക് സോഴ്സുകളായിട്ട് ജസ്റ്ററിന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നു ജസ്റ്ററും നോട്ട്ബുക്ക് എല്ലാം തമ്മിലുള്ള വ്യത്യാസം. അതായത് ഒന്നുകൂടി നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റർ ഉപയോഗിക്കാം. ജസ്റ്ററിൻ്റെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായി. ഇത്തരം കിടിലനായിട്ടുള്ള ഒരു ടൂളിൻ്റെ പ്രൈസിങ് ആണ് എന്നെ ഭയങ്കര സർപ്രൈസ് ആക്കിയത്. അതായത് നമുക്ക് ഫ്രീ വേർഷൻസിൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. എക്സ്പ്ലോററിൽ 250 രൂപയുള്ളൂ. അതായത് മറ്റു ടൂളുകൾ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ലോ പ്രൈസ്. പിന്നെ അതേപോലെ തന്നെ തിങ്കറിലേക്ക് വന്നു കഴിഞ്ഞാൽ 375 രൂപയാണ് മാസം വരുന്നത്. അതായത് നമ്മൾക്ക് ഒന്നുകൂടി ക്രെഡിറ്റ്സുകൾ കൂടുതലുണ്ടാവും. ഇനി നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കിടിലൻ ഓഫറും ഇവിടെ തരുന്നുണ്ട്. സ്റ്റുഡൻസിന് 50% ഡിസ്കൗണ്ടും ജസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ഇതിൻ്റെ ഫ്രീ വേർഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇഫ് ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ യു ഹാവ് ടു യൂസ് ഇറ്റ്. അതായത് ഞാനിത് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ, റിസർച്ച് നടത്താൻ താല്പര്യമുള്ള ആളുകൾ, ഗവേഷണങ്ങൾക്ക്, അതേപോലെ തന്നെ ലോയേഴ്സിന്, അവർക്കൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടൂളാണ് ജസ്റ്റർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ഇഫ് യു ഹാവ് എനി കമൻറ്റ്സ് ടു മേക്ക് ഇറ്റ് ബിലോ.